ഹരേ കൃഷ്ണ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നവരാത്രി 6-ാം ദിവസമാണ് ഇന്നത്തെ ദേവിയുടെ രൂപം കാർത്യായനി ദേവിയാണ്. കാർത്യായനി ദേവി അതായത് ദുർഗാദേവിയുടെ ആദിപരാശക്തിയുടെ ഒരു രൂപം. കഥൻ എന്ന് പറയുന്ന ഒരു മഹാമുനി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു കാർത്യൻ. ആ കാർത്യന് പുത്രന്മാരും പുത്രിമാരും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൻ്റെ വംശപരമ്പരയിൽ പ്രധാനപ്പെട്ട വംശം നിലനിൽക്കാൻ വേണ്ടിയിട്ട് കാർത്യൻ ആദിപരാശക്തിയെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് കഠിന തപം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ മഹാമായ തൻ്റെ മകളായി പിറക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കാർത്യൻ്റെ ഉഗ്ര തപസ്സിൽ സംപ്രീതയായ ദേവി താൻ കാർത്യൻ്റെ പുത്രിയായി അവതരിക്കാം എന്ന് വരം നൽകി. കാർത്യൻ്റെ പുത്രിയായിട്ട് പിറന്ന ആദിപരാശക്തിയാണ് കാർത്യായനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാർത്യായനി ഭാവത്തിലാണ് ദേവി മഹിഷാസുരനെ വധിച്ചത് എന്ന് പറയപ്പെടുന്നു. ഈ സമയം ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും സരസ്വതി ദേവിയും ഈ ആദിപരാശക്തിയിൽ ചേർന്നിട്ടാണ് മഹിഷാസുരനെ വധിക്കാൻ പറ്റിയത്. സിംഹമാണ് വാഹനം. കാർത്യായനിയുടെ ദേവിയുടെ കയ്യിലെ 4 തൃക്കൈകളാണ്. ഖഡ്ഗവും പത്മവുമാണ്. അതാണ് കാര്യമായിട്ടുള്ള ആ ഒരു കാർത്യായനി ദേവീനെ പറ്റിയിട്ടുള്ള പ്രധാന കാര്യങ്ങൾ. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ അമരകോശത്തിലാണ് ശ്രീപാർവതിയുടെ പര്യായങ്ങളിൽ 2ാമത്തെയാണ് കാർത്യായനി ദേവിയെ വർണ്ണിക്കുന്നത്. ഉമ, കാർത്യായനി, ഗൗരി, കാളി, ഹേമവതി, ഈശ്വരി പുരാണങ്ങളിലൊക്കെ പ്രകാരം കാർത്യായനി മഹർഷിയുടെ മകളായി അവതരിപ്പിച്ച ശ്രീപാർവതിയാണ്. ദേവിമാർ മഹാത്മ്യം 11-ാം അധ്യായത്തിൽ ഭുവനേശ്വരിയുടെ സൗമ്യ സുന്ദരാകാരമുള്ള രൂപമായിട്ട് കാർത്യായനി ദേവിയെ വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണമുള്ളത് കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയ ആരണ്യകത്തിലാണ് കാർത്യായനി ദേവിയെക്കുറിച്ചിട്ട് ഒരു പരാമർശമുള്ളത്. സ്കന്ദപുരാണത്തിലും പറയുന്നത് മഹിഷാസുരനെ വധിക്കുന്നതിനായിട്ട് ദേവന്മാരുടെ ശക്തികളിൽ നിന്നാണ് ഭഗവതി ജന്മമെടുത്തത് എന്നാണ്. അപ്പോൾ കാർത്യായനി ദേവി ക്ഷേത്രങ്ങളുണ്ട് നമ്മളെ കേരളത്തിൽ തന്നെ. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലുള്ള കാർത്യായനി ക്ഷേത്രമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്, പിന്നെ ചേപ്പാട്, ശ്രീ വെട്ടിക്കുളങ്ങര കാർത്യായനി ക്ഷേത്രമൊക്കെയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. കാർത്യായനി മന്ത്രമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ദിവസവും ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ട് 108 തവണ ജപിച്ചാൽ വിവാഹം വൈകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ആ മന്ത്രം ഇങ്ങനെയാണ്: കാർത്യായനി മഹാമായേ മഹായോഗിന്യദീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമഃ. ഇത്രയാണ് ഉള്ളത്. ഇതാണ് കാര്യമായിട്ട് തന്നെ പതിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥനയാണ് അതിലുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നവരാത്രി അല്ലേ, നവരാത്രിയുടെ കാർത്യായനി ദേവീനെ ഈ മന്ത്രം ഉപയോഗിച്ച് ജപിക്കൂ. അതിൻ്റെ ഗുണങ്ങളുണ്ടായിരിക്കും. എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നു. ഇനി സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇനി നാളെ നമുക്ക് വീണ്ടും കാണാം.